അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സ്റ്റൈൽഡ് ബൈ റാഷ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. അതിൻ്റെ പേരാണ് ഹാഫ് ചെയിൻ സ്റ്റിച്ച് ഓർ ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ച്. അപ്പം നമ്മൾ 4 സ്റ്റിച്ച് പഠിച്ച് കഴിഞ്ഞ് ഇനി 5ാമത്തെയാണ്. അതിന് 2 പേരുണ്ട്. ഒന്നെങ്കിൽ ഈ സ്റ്റിച്ചിന് അറിയപ്പെടുന്നത് ഹാഫ് ചെയിൻ സ്റ്റിച്ച് എന്നോ അല്ലെങ്കിൽ ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ച് എന്നോ ആണ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുത്തിയെടുക്കാം. എന്നിട്ട് സ്റ്റാർട്ടിങ് കുത്തിയെടുത്തിട്ട് അതിൻ്റെ ജസ്റ്റ് ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു ഡിഫറെൻ്റാണിത്. ഇതാ മൂന്ന് നൂലിലോ 6 നൂലിലോ ചെയ്തെടുക്കാം. കണ്ട, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നടക്കുന്നത് ഇവിടുന്ന് തന്നെ കുത്തിയെടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹാഫ് എന്ന് പറയുമ്പോൾ ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഇത് ഇങ്ങനെ ചെയ്തിട്ട് വരാം. നമുക്കിനി 100 ടോട്ടൽ 100 ചില്ലറ സ്റ്റിച്ച് പഠിക്കാനുണ്ട്. ഇത് മെല്ലെ മെല്ലായിട്ട് പഠിക്കാം. അപ്പോൾ തിരക്കില്ലാതെ ഫ്രീ ആയിട്ട് പഠിക്കാം. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർച്ചയായി കാണാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തത് 6 നൂലിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കട്ടി കിട്ടുന്നുണ്ടാവും. ഇത് 3 നൂലിലും ചെയ്യാം. ഓക്കെ, ഇനി കെട്ടിടുന്ന് നോക്കാം. എൻ്റെ ജസ്റ്റ് ഇപ്പുറത്ത് കണ്ടല്ലോ. കെട്ടിടാൻ കുറേ ട്രൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കാം. ഒരു കൈനോടുകൂടെ പൊടിക്കുക, ഒരു കയ്യിൽ വലിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ഹാഫ് ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു ടൈപ്പിലുണ്ടാവും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക.